എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കൊറിയറാണ് നോക്കുന്നത്. കൊറിയർ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കൊറിയറാണ്. കസ്റ്റമർ പറയുന്നതിനകത്ത് 2 LGയുടെ ബോർഡുണ്ട്. പിന്നെ സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റിലാണ് ഈ 2 ബോർഡും വന്നിരിക്കുന്നത്. അഴിച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് ബോർഡുണ്ട്. നമുക്ക് ആദ്യം ഒരു ബോർഡ് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് പ്രശ്നം. നല്ല രീതിയിൽ പാക്ക് ചെയ്ത് തന്നെയാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബോർഡ്. നമുക്കിതിൻ്റെ വയറിംഗ് കിറ്റ് എല്ലാ കണക്ഷൻ കൊടുത്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ വയറിംഗ് കിറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വയറിംഗ് കിറ്റ്. വയറിംഗ് കിറ്റിൻ്റെ കണക്ഷൻ കൊടുക്കാം. പവർ കൊടുക്കാം. പവർ ബ്ലാക്കിൻ്റെ ഇവിടെ വൈറ്റ്. ഇനി നമുക്കിതൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. പവർ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് എല്ലാം ഓണാണ്. പവർ കൊടുത്ത് ഓൺ ചെയ്ത് അപ്പോൾ ഈ ഒരു 2 ലൈറ്റ് മാത്രം ഓണായി കിടപ്പുണ്ട്. പിന്നെ വേറെ ബീപ്പ് ശബ്ദങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഈ ഡയലിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും കത്തുന്നില്ല. ഓക്കെ, നമുക്ക് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ PCB ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ പവർ കട്ട് ചെയ്ത് ഇത് ഇവിടെ നിന്ന് ഈ ജമ്പർ വയറിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ് 2 സ്വിച്ചിൻ്റെ. എന്നിട്ടും ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈറ്റും മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു ലൈറ്റും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇൻറ്റേർണലി ഷോർട്ടിങ് ഉണ്ടോയെന്ന് ആദ്യം നോക്കണം. ഷോർട്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഈ എല്ലാ സ്വിച്ചുകളും തമ്മിൽ ഷോർട്ടിങ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. അത് ഓംസ് മോഡിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ഓംസ് എത്ര ഉണ്ടെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ബീപ്പ് മോഡിലല്ല. ബീപ്പ് മോഡിൽ ഇത് കാണിക്കത്തില്ല, അറിയാൻ പറ്റത്തില്ല ബീപ്പ് മോഡിലിട്ട് കഴിഞ്ഞാലും. അപ്പോൾ നമ്മൾ ഓംസ് മോഡിൽ ചെക്ക് ചെയ്യണം. 1 by 1 ആയിട്ട് എല്ലാ സ്വിച്ചുകളും ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 സ്വിച്ച് ഉണ്ട്. 8 സ്വിച്ചിൻ്റെ ഓംസാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇത് ഓക്കെ, ഈ സ്വിച്ച് ഓക്കെയാണ്. ഇതും 7 മെഗാ ഓംസ് കാണിക്കുന്നുണ്ട്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ട്രാക്കുകളാണ്. അപ്പോൾ ഞാൻ ഫുള്ള് ട്രാക്കുകളും ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്തതിന് ശേഷം വരാം. കാര്യം ട്രാക്കിൻ്റെ പലയിടത്തും ക്ലാവ് പിടിച്ചിരിപ്പുണ്ട്. ട്രാക്ക് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം ക്ലിയർ ചെയ്തിട്ട് വരാം. ഞാൻ ആ ചെക്ക് ചെയ്ത് ഫുള്ള് വേറെ എന്തെങ്കിലും ആ ട്രാക്കിൽ കംപ്ലൈൻ്റ് ഉണ്ടോ ഇല്ലയെന്ന് ആദ്യം നോക്കിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അത് ഫുള്ള് റിക്കവറി ആയിട്ടുണ്ട് ഈ ബോർഡ്. അപ്പോൾ എനിക്കിത് ലോങ് പ്രോസസ്സ് ആയതുകൊണ്ടിട്ടാണ് എനിക്ക് അത് വീഡിയോ ആയിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റായിരുന്നത്, ഫുള്ളായിട്ട് എടുക്കാൻ പറ്റായിരുന്നത്. ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അത്രയും ടൈം നമുക്കിതിൽ ഈ വീഡിയോ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട്
ഞാൻ കട്ട് ചെയ്തിട്ട് ഇത് ഫുള്ള് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടാണ് ഇതിപ്പോൾ രണ്ടാമത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈറ്റും പിന്നെ ഈ ഒരു ലൈറ്റും കത്തിക്കിടക്കും. വേറെ ഈ പവർ സ്വിച്ച് പ്രസ് ചെയ്താലൊന്നും യാതൊരുവിധ അനക്കവും ഇല്ല. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നോക്കാം. ഇവിടെ ഈ ബോർഡ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഓൺ ആവില്ല, ഈ ബോർഡ് കംപ്ലൈൻറ്റ് ഡാമേജ് നല്ല സീരിയസ് ഡാമേജ് ഉണ്ടെങ്കിലും ഓൺ ആവില്ല, ഇത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിലും ഓൺ ആവത്തില്ല. അപ്പോൾ നമ്മളിവിടെ പവർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൽ ഇതാണ് ഓൺ ആവേണ്ടത്. ഈ ഒരു ബോർഡ് ഓണായിട്ട് അവിടെ നിന്ന് സിഗ്നലും സപ്ലൈയും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ബോർഡ് ഓണായിട്ട് വരുള്ളൂ. ഞാൻ ആദ്യം ചെക്ക് ചെയ്തത് ഇതിൻ്റെ ട്രാക്കുകളാണ്. ഇത് മൊത്തം ട്രാക്ക് ഞാൻ ചെക്ക് ചെയ്തു. നേരത്തെ ഇവിടെ 2 വയർ കൊടുത്തിരുന്നു. അതിൽ ഈ 2 വയറിൽ ഒരു വയറിൻ്റെ ട്രാക്ക് NC ആണ്, അതായത് അതിൽ നോട്ട് കണക്റ്റഡ് ആണ്, ഒന്നിലും കണക്ഷൻ ഇല്ല, അത് ചുമ്മാ കിടക്കുന്നില്ല. വേറെ അടുത്ത രണ്ടാമത്തെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു സെൻറ്റർ ഡയോഡിൽ വന്നിട്ട് ഈ ഒരു സപ്ലൈയിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു സെൻറ്ററിൽ മാത്രമേ ഇതിൻ്റെ കണക്ഷൻ വരുന്നുള്ളൂ, വേറെ എങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെ ആ ഒരു 2 ട്രാക്ക് മാത്രമേ ഇതിൽ ഡാമേജ് ആയിട്ട് കണ്ടുള്ളൂ. പിന്നെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ ഏത് ബോർഡാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വർക്കിംഗ് കണ്ടീഷനാണോ അല്ലെങ്കിൽ ഇത് വർക്കിംഗ് കണ്ടീഷനാണോ എന്ന്, ഫ്രണ്ട് പാനൽ ഈ പവർ ബോർഡ് വർക്കിംഗ് കണ്ടീഷനാണോ ഫ്രണ്ട് പാനൽ വർക്കിംഗ് കണ്ടീഷനാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സെയിം ഇതേ മോഡലിലുള്ള ഒരു സെയിം ബോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആ സെയിം ബോർഡാണ്. അപ്പോൾ ഈ ബോർഡിൽ ഈ ഫ്രണ്ട് പാനലിനെ അറ്റാച്ച് ചെയ്തിട്ട് ഓൺ ചെയ്തു. ഈ ഒരു ഫ്രണ്ട് പാനൽ ഓൺ ചെയ്ത സമയത്ത് ഈ 2 ലൈറ്റും അന്നേരം നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഓണായി കിടക്കും. പിന്നെ പവർ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഡയൽ കറങ്ങി പിന്നെ ഇത് എയറിലോട്ട് പോകും. അതായത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, വർക്കിംഗ് ആയിരുന്നു ഈ ഒരു ബോർഡ്. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സ്വിച്ച്, ഇത് ഞാനിപ്പോൾ രണ്ടാമത് മാറ്റിയിരിക്കുന്നതാണ്. ഈ ഒരു സ്വിച്ച് വർക്കിംഗ് അല്ലായിരുന്നു, ഈ ഒരു സ്വിച്ച് കോണ്ടാക്റ്റ് ഇല്ലാതെ കംപ്ലൈൻ്റ് ആയിരുന്നു. ആ ഒരു സ്വിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ 2 LED പ്രശ്നമായിരുന്നു. ഈ 2 LED പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഈ ഓണായി കിടക്കുന്നത് ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടായിരുന്നു. ഈ ഒരു ബോർഡിൽ കാണാം, ഈ ഒരു ട്രാൻസിസ്റ്റർ ലീക്കേജ് ആയിരുന്നു. നമ്മൾ മൾട്ടിമീറ്ററിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് റീഡിങ് ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ റിവേഴ്സ് പൊളാരിറ്റിയിൽ ചെറിയൊരു ലീക്കേജ് ഉണ്ടായിരുന്നു. ആ ലീക്കേജ് കാരണമായിരുന്നു ഈ ഒരു ലൈറ്റും ഈ ബോർഡിൽ കത്തിക്കിടന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ C1815 എന്നുള്ള സെയിം അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസിസ്റ്റർ ഇട്ടിട്ട് കണക്ഷൻ കൊടുത്ത് നോക്കിയപ്പോഴത്തേക്കും ആ ഒരു പ്രോബ്ലം മാറി കിട്ടി. ഈ ഒരു ലൈറ്റും കറക്റ്റായിരുന്നു. പിന്നെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ബോർഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യത്തില്ല, ഈ ഒരു പാനൽ എടുക്കത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡൗട്ട് തോന്നിയിട്ട് ഇവിടുത്തെ ഈ ക്രിസ്റ്റൽ ചേഞ്ച് ആക്കി. ഈ ഒരു ബോർഡിൽ സപ്ലൈ എല്ലാം കാര്യങ്ങളും വരുന്നതുകൊണ്ട് ഈ ഒരു ലൈറ്റും കത്തുന്നുണ്ട്. പിന്നെ വേറെ ഷോർട്ടിങ്ങോ ഹീറ്റിങ്ങോ അങ്ങനെ ഒന്നും ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ഈ ഒരു ക്രിസ്റ്റൽ, അത് 10 MHz ക്രിസ്റ്റലാണ്. ഇതിനകത്തിരിക്കുന്ന ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഈ ടൈപ്പ് ക്രിസ്റ്റലാണ്. ഇത് ക്രിസ്റ്റൽ വിത്ത് കപ്പാസിറ്ററും കൂടെ ഉള്ള ഒരു ടൈപ്പാണ്. അതുകൊണ്ടാണ് ഇതിനൊരു 3 ലെഗ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് എന്ന് പറയുന്നത് 10 MHz ക്രിസ്റ്റൽ വിത്ത് 15 PF കപ്പാസിറ്റർ, 2 സെറാമിക് കപ്പാസിറ്ററും ഇതിനകത്ത് വരും. അങ്ങനെയാണ് ഇതിന് 3 ലെഗ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്പ് ടൈപ്പിലുള്ള ഒരു ക്രിസ്റ്റലാണ്. അപ്പോൾ ഇതിനകത്ത് കപ്പാസിറ്റർ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ മസ്റ്റായിട്ട് അവിടെ ഈ ഒരു കപ്പാസിറ്റർ ഇടുന്ന സമയത്ത് ഈ ടൈപ്പ് ക്രിസ്റ്റൽ ഇടുന്ന സമയത്ത് കപ്പാസിറ്റർ കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ബാക്ക് സൈഡിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ 2 കപ്പാസിറ്ററും കൊടുത്തിട്ടുണ്ട്. അത് 22 PF 2 കപ്പാസിറ്റർ കൊടുക്കുമ്പോഴത്തേക്കും ആ സിഗ്നൽ കറക്റ്റ് ലെവലിനെ നിൽക്കത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ
ആ സിഗ്നലിൽ പ്രോബ്ലം ഉണ്ടാവുകയും ഈ ക്രിസ്റ്റൽ പെട്ടെന്ന് പോകാനും സാധ്യതയുണ്ടാവും. അപ്പോൾ ആ ഓക്സിഡേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഈ കപ്പാസിറ്ററും കൂടെ ഇട്ടപ്പോഴത്തേക്കും അത് പിന്നെ ഇത്രയായിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ്റ്. പക്ഷേ ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇത് മൊത്തം കണ്ടുപിടിക്കാനും ഒരുപാട് സമയം വേണ്ടി വന്നു. അതുകൊണ്ടിട്ടാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കിട്ടാതെ പോയത്. ഓക്കെ, നമുക്ക് ഇനി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ഇതിൻ്റെ പവർ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ പവർ കൊടുത്തിട്ടുണ്ട്. പവർ കൊടുത്തിട്ട് ഞാൻ പവർ ഓൺ ചെയ്യണം. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങായി ആ ലൈറ്റ് കത്തിക്കുന്നുണ്ട്. ഇത് 1 ടൈം. അടുത്ത പ്രസ്സിന് ഇപ്പോൾ എറർ വന്നു. ഈ എറർ വരാൻ നമ്മൾ വയറിംഗ് കിറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഫുള്ള് വയറിംഗ് കിറ്റിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ വയറിംഗ് കിറ്റിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. വയറിംഗ് കിറ്റിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഓൺ ചെയ്യണം. ഇപ്പോൾ നോർമലി ഇത് ഓണായി. ഇതിൻ്റെ സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യമുള്ളൂ. ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഈ ഡയലോ മറ്റുള്ള സ്വിച്ചുകളോ ഒന്നും പ്രസ് ചെയ്യാതെ നമ്മൾ സ്റ്റാർട്ട് ബട്ടണിൽ പ്രസ് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് പിന്നെ ടോപ്പിലെ LED കത്തുകയും ഈ ഒരു LED ബ്ലിങ്ക് ചെയ്യുകയും വേണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു LED ഇവിടെ ഈ ഒരു LED കത്തിയിട്ടുണ്ട്. ഇത് ടെമ്പറേച്ചർ, ഇത് ഫങ്ഷൻ. അപ്പോൾ ഇത് നമ്മൾ ഡോർ സ്വിച്ചിൻ്റെ എററാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു സ്വിച്ച് മാറിയിട്ടുണ്ട്. ഈ ഒരു ട്രാൻസിസ്റ്റർ, ഇവിടുത്തെ ട്രാൻസിസ്റ്റർ മാറി. പിന്നെ ഈ ട്രാക്കിൽ 2 ട്രാക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് റെഡിയാക്കിയിട്ടുണ്ട്, അത് മാറി. പിന്നെ ഈ ക്രിസ്റ്റൽ മാറിയിട്ടുണ്ട്. ക്രിസ്റ്റൽ മാറുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കുക, ഈ സെയിം ബ്ലൂ കളർ ക്രിസ്റ്റൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ക്യാപ് ടൈപ്പ് ക്രിസ്റ്റലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കപ്പാസിറ്റർ, PF കപ്പാസിറ്റർ മസ്റ്റായിട്ട് കൊടുക്കണം. അത് കൊടുക്കാതിരുന്നാലും വർക്ക് ചെയ്യും, പക്ഷേ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് PF കപ്പാസിറ്റർ മസ്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന വേറൊരു ബോർഡും കൂടെ ഉണ്ട്. അതിൻ്റെ കംപ്ലൈൻറ്റ് കൂടെ നമുക്ക് നോക്കാം. അതും സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞില്ലായിരുന്നു. ഇത് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. ഞാൻ രണ്ടാമത് കോൺടാക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കംപ്ലൈൻറ്റ് ചോദിച്ചത്. അപ്പോഴത്തേക്കും പറഞ്ഞത് ഈ ഒരു ലൈറ്റും കത്തി നിൽക്കും, വേറൊരു അനക്കവും ഉണ്ടാവില്ല ഈ ബോർഡിലെന്നാണ് രണ്ടാമത് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത്. അപ്പോൾ ഇനിയുള്ള ബോർഡിലാണ് സ്റ്റാർട്ട് സ്വിച്ച് വർക്ക് ചെയ്യാത്തത്. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞത് ഈ ഒരു ബോർഡിലാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോർഡും കൂടെ നമുക്കൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ വയറിംഗ് കിറ്റ് എന്ന കണക്ഷൻ കൊടുക്കുന്നു. വയറിംഗ് കിറ്റ് കൊടുത്തിട്ടുണ്ട്. പവർ കേബിള്, പവർ കേബിളും കൊടുത്തിട്ടുണ്ട്. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് നോർമൽ ഓണായി. ഇതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ആ LED ബ്ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് ഇത് സ്റ്റാർട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബോർഡ് കംപ്ലൈൻറ്റേ ഇല്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വന്ന കംപ്ലൈൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഒരു ബോർഡ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് അത് റെഡിയാക്കിയിട്ടുണ്ട്. മറ്റേ ബോർഡ് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാത്തതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകൾ ലഭിക്കുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.